ആണ് സുഹൃത്തുക്കളെ ഔലിയാക്കൾ. ആരൗലിയാക്കള്? കൃത്യമായി നമസ്കരിക്കുന്നവർ, സക്കാത്ത് നിർവഹിക്കുന്നവർ, നോമ്പനുഷ്ഠിക്കുന്നവർ, ഇവരൊക്കെയാണ് അള്ളാന്റെ ഔലിയാക്കൾ. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ, പ്രവാചകൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ അതേപടി ജീവിതത്തിൽ പരമാവധി നിലനിർത്തുന്നവർ, അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. മുത്തഖീങ്ങളുടെ ഗുണം സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ പറഞ്ഞു, അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ പറഞ്ഞു. ഖുർആൻ പല സ്ഥലങ്ങളിൽ മുഅ്മിനീങ്ങളുടെ ഗുണം എടുത്തു പറഞ്ഞു. എന്നാൽ ഔലിയാക്കളുടെ ഗുണമായിട്ട് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് എവിടെയെങ്കിലും ഒരു വലിയന്റെ ഗുണമായിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയില്ല. കൃത്യമായി നമസ്കരിക്കുന്നവനാണ് വലിയ. ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. തീർച്ചയായിട്ടും നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ആരാധനയാണെന്ന. സമയം നിർണയിക്കപ്പെട്ട ആരാധനയാണ്. ആലോചിച്ച് നോക്ക്. എന്നാലോ സിയം വലിയുല്ലാഹി, അദ്ദേഹത്തിന്റെ കറാമത്ത് എന്താരങ്ങൾ? അദ്ദേഹം നമസ്കരിച്ചിരുന്നില്ല. നാട്ടിൽ അദ്ദേഹം ജനങ്ങളൊക്കെ നമസ്കരിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ റൂട്ടിൽ കൂടെ നടക്കുന്ന. അപ്പൊ ആരോ വന്ന് ചോദിച്ചു അദ്ദേഹത്തോട്, കാര്യപ്പെട്ട ഒരാളെന്നെ, അല്ല സിയം ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? കൈവെള്ളം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം മക്കയിൽ ആ സമയത്ത് നമസ്കരിക്കണത് കാണിച്ചു കൊടുത്തു. മടവൂർ ശേഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണി മൊയ്ൻ ഹാജി ശൈഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണി മൊയ്ൻ ഹാജി ശൈഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലരും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ശൈഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ സിയം അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. മറ്റൊരിക്കൽ പുത്തൻവാദത്തിലേക്ക് വഴി. നമസ്കരിച്ചിരുന്നില്ല. ജനങ്ങളൊക്കെ നാട്ടിൽ നമസ്കരിക്കുമ്പോ അദ്ദേഹം റോട്ടിലൂടെ നടന്നപ്പോ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അദ്ദേഹം ആ സമയം കഅബയിൽ ആബാലവൃദ്ധം ജനങ്ങൾക്ക് നേതൃത്വം നൽകി നമസ്കരിക്കാണ്. നമുക്ക് ചിലതൊക്കെ കിട്ടാണ്ട് ആബാലവൃദ്ധം ജനങ്ങൾക്ക്. അപ്പൊ ഇതിൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അടങ്ങും. അതേതായാലും ഇവിടെ തന്നെയെങ്കിലും അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ നോക്കൂ, ഇതിലുള്ള വിഡിത്തം. ഇവിടെ 100 കഴിഞ്ഞാൽ ഇവിടെ 100 സ്കരിക്കുന്ന നേരത്തെ അവിടെ കഅബയിൽ 100 സ്കാരം ഉണ്ടാവുക. ഒരു 2.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടില്ല, ചുരുങ്ങിയത് ഒരു 2-2.5 മണിക്കൂറിന്റെ. ഇവിടെ അസർ സ്കരിക്കുന്ന സമയത്തോടെ സ്കാരം ഉണ്ടാവും, അസർ സ്കാരം ഉണ്ടാവുക. അപ്പൊ ഇവിടെ സ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈവെള്ളം കാണിച്ചു കൊടുത്തു, അവിടെ തന്നെ പൊട്ടിപ്പോയില്ലത്. ഇനി പ്രവാചകൻ മദീനയിൽ ജീവിക്കുന്ന സമയം, അദ്ദേഹമാണല്ലോ ഏറ്റവും വലിയ വലിയ. അദ്ദേഹം പറയും, നിങ്ങൾ നിസ്കരിച്ചോളി അന്തേ റസൂലെ. അപ്പൊ ഇങ്ങനെ കൈവെള്ളം കാണിച്ചു കൊടുത്തു. ഉണ്ടോ, ഞാൻ അവിടെ കഅബയിൽ ഇമാം നിസ്കരിക്കുന്നുണ്ടെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? പ്രവാചകൻ ഏതെങ്കിലും ഒരു വക്തിന് ഇല്ലേ? ഇല്ല. നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബഹുമാന്യനായ റഹ്മത്തുള്ള കാസിമി പറഞ്ഞത് ഉസ്താദുമാർക്കൊക്കെ അംഗീകരിക്കാവുന്ന. നിസ്കരിക്കൂല, ഔലിയാപ്പാപ്പാന്നാ പറയാ. അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരം മുഴുവൻ. നിങ്ങൾ മന്ത്രിയെ ഇരുത്തിയിട്ട് ഞാൻ അടിക്കണം എന്ന് പറയാല്ല കേട്ടോ, നിയമം ഞാൻ കയ്യിലെടുക്കല്ല. പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും. എന്തേ കാണിക്കുന്ന തമ്മാടിത്തരം? ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ ഔലിയപ്പാപ്പ, നിസ്കരിക്കാത്ത ഔലിയ ഏത് ഔലിയാണത്? എന്റെ ഔലിയപ്പാപ്പയാണത്. ഇങ്ങനെയായ എന്ത് അടിസ്ഥാനം ഈ പറയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു. അവർ യുനാജി റബ്ബഹു, അള്ളാഹുവിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്. അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ്.
എന്ന് പറഞ്ഞോത്തരെ. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാൻ എടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ ദർശനമുണ്ട്. ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്ത് നിസ്കരിക്കൂല, ശരീഅത്തില്ല. ശരീഅത്തില്ലാത്തവരെ സ്വീകരിക്കുന്നവർ എങ്ങനെ? നിസ്കരിക്കാത്ത ആൾക്കാർക്ക് സമുദായം വഴിപ്പെട്ടു പോവുക. ഇത് വളരെ ശക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാകുന്നു. മറ്റൊരു നമ്മൾ കാസിമി പറഞ്ഞ ഈ കാര്യം ഉസ്താദുമാർ ആവർത്തിച്ച് പറയണം എന്നാണ് നമ്മളുടെ അഭിപ്രായം.